ആ പൊന്നോണം വന്നേ പൊന്നു നിറച്ച് തിരുവോണം വന്നേ പൊൻചിലങ്ക കെട്ടി തുമ്പി തുള്ളാൻ വായോ മാളൂരേ അത്തം പത്തിനു പൊന്നോണം മാവേലി മന്നൻ നാട് കാണാൻ വരും പൂക്കളമിട്ടു വിരുന്നൊരുക്കി നമ്മൾ ഒപ്പം നാടും ഒരുങ്ങി നിന്നു മാവേലി മന്നനെ എതിരേൽക്കാൻ മഴത്തുള്ളികൾ ഒപ്പം നൃത്തമാടി പുത്തൻ ചേലയണിഞ്ഞു നൃത്തമാടി ചിത്രശലഭങ്ങളേറെ വർണ്ണച്ചിറകുകൾ വിരിച്ചു നൃത്തമാടി. ഓക്കെ, വെൽക്കം ടു ആർഎൻ ബ്ലോഗ്. നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആദൂരാണ്. ആദൂർ യുവനയന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആദൂർ തുമ്പ 24. ഇന്നിവിടെ നടക്കുന്നത് വെച്ചാൽ ഓണാഘോഷത്തിന്റെ 10ാമത്തെ ദിവസമാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ യുവനയന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആദൂരാണ്. അപ്പോൾ ഇവിടെ ഓണാഘോഷത്തിന്റെ ഫൈനൽ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സംഘാടകരായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? എൻ്റെ പേര് കാർത്തിക്. ഇത് നമുക്ക് എല്ലാ വർഷവും ഇവിടെ പരിപാടി നടക്കാറ്? അതെ, ഇപ്പൊ നമ്മളൊരു 10ാമത്തെ വർഷമാണ് പരിപാടി. അതായത് ഓണക്കളി ഇപ്പോ കഴിഞ്ഞ കൊല്ലം തൊട്ട് ആണ്. കഴിഞ്ഞ കൊല്ലം ഒരു ടീമിന്റെ മത്സരമാണ് നടത്തിയത്. ഈ പ്രാവശ്യം 2 ടീം മത്സരക്കളിയാക്കി. അപ്പൊ ഏതൊക്കെ ടീമുകളാണ് വരുന്നത്? മൊഫ്സലും പിന്നെ ടൂൺസുമാണ്. അപ്പൊ അതിന് ഈ 2 ടീമുകൾ മാത്രമേ ഉള്ളൂ? അത് പുറത്ത് വേറെ ഏതെങ്കിലും ലേഡീസിന്റെ ടീം? അത് കോമ്പറ്റീഷനിൽ ഉൾപ്പെട്ടവരാണ്? ഇല്ല, അത് നമുക്ക് അവർക്കൊരു സ്റ്റേജ് വിശിഷ്ടാതിഥികളായിട്ട് MLA വരുന്നുണ്ട്. പിന്നെ കലാഭവൻ ഒരു തറായി ഒരു 3 മണി. അവര് വന്നതിന് ശേഷം പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഉദ്ഘാടനം അതിന് മുമ്പ് കളികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് ട്രോഫിയാണോ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്? ഫസ്റ്റ് പ്രൈസ് അത് വരുന്നത്. സെക്കൻഡ് പ്രൈസ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് നടന്ന മത്സരങ്ങൾ നമ്മളിവിടെ കുട്ടികൾക്കായിട്ട് ഇവിടെ വെച്ചിരുന്ന കലാകായിക മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഓരോ ട്രോഫികളാണ്. ഈ ക്ലബ്ബ്, നിങ്ങളുടെ ഈ യുവനയന ക്ലബ്ബ് ഓണാഘോഷം മാത്രം നടത്തുന്ന വേറെ എന്തെങ്കിലും പരിപാടി? ഓണാഘോഷം മാത്രമല്ല, ബാക്കി എല്ലാ ന്യൂ ഇയർ ഈ അങ്ങനെ ഓരോ കലാപരിപാടി സമയത്ത് ഓരോ കലാപരിപാടി നടത്തുന്നതാണ്. അതുപോലെ ഈ കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇൻസ്ട്രുമെന്റ് അങ്ങനത്തെ എന്തെങ്കിലും പഞ്ചായത്ത് മേള, പിന്നെ ക്രിക്കറ്റ് ഷട്ടിൽ, അങ്ങനെ ഓരോരോ മത്സരങ്ങളും, പിന്നെ ഫുട്ബോളിന്, ക്രിക്കറ്റിന്റെ കാർത്തിക് എന്ത് ചെയ്യുന്നു? ഞാൻ മറ്റേ ഡ്രൈവറാണ്, ഓട്ടോ ഡ്രൈവറാണ്. ഇതിന് സമയം കണ്ടെത്തില്ല. നമ്മുടെ പിള്ളേരുടെ ഭാവിയാണല്ലോ. അതന്നെ നല്ലൊരു വാഗ്ദാനമാണ്. അപ്പൊ ഇത് ഏറെക്കുറെ എത്ര മണി വരെ ഉണ്ടാവും മത്സരം? 10 മണി വരെ, രാത്രി 10 മണി വരെ. അപ്പൊ സമ്മാനദാനം എല്ലാം അതിനുള്ളിൽ 10 മണി വരെയാണ് നമുക്ക് പെർമിഷൻ. അത് നമ്മൾ പെർമിഷൻ ഈ മൈക്ക് സെറ്റ് ഒക്കെ വെക്കുന്ന പെർമിഷൻ വേണം. അത് കഴിഞ്ഞ് നമുക്ക് കൂപ്പുണ്ട്, സമ്മാനങ്ങൾ. എത്ര പേരുണ്ട് നിങ്ങളുടെ ക്ലബ്ബ്? ഏകദേശം പിള്ളേരെല്ലാം അടക്കം 40-50 പേര്. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം. സെക്രട്ടറിയാണ്. എല്ലാവരും ഈ ചുറ്റുവട്ടത്തുള്ളവരും? 13-14 തൊട്ടുകൾ. ഇത് തൃക്കൂരിന്റെ പഞ്ചായത്തും പിന്നെ തൊട്ടടുത്ത് ആളാപ്പ് പഞ്ചായത്തും. അതിലൊരു ഭാഗം ഒരു ഭാഗത്ത് പിള്ളേരും ഈ അളവുകാരുടെ ഒരു ഭാഗത്ത് പിള്ളേരും പിന്നെ 13-14 പറഞ്ഞത്. അതിന്റെ 2 ഭാഗത്ത് പിള്ളേരും സപ്പോർട്ടാണ്. വളരെ സന്തോഷം. അപ്പോൾ പ്രോഗ്രാം
ഓണാഘോഷ പരിപാടിയുടെ കൈകൊട്ടിക്കളി നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിനുശേഷം ഓണക്കളി ആരംഭിക്കുകയാണ്. മൊഹസൽ കലാഭവൻ വെള്ളിലംകുന്നും ട്യൂൺ ഇരിങ്ങാലക്കുടിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. മൊഹസൽ കലാഭവൻ വെള്ളിലംകുന്ന് കളിക്കളത്തിൽ എത്തിക്കഴിഞ്ഞു. ഗണപതി ഭഗവാനേ വന്ദനമേകിടണേ, മുപ്പസൽ പാലകരിൽ തുണയേകു ഗണപതി ഭഗവാനേ. 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 വിനായകനേ കരുണ ചൊരിഞ്ഞിടണേ, കൈലാസവന്മല തൻ മുകളിൽ ശിവസുതനായി വാണരുളും പാർവതിക്കു പ്രിയപുത്രനായി വാഴും ഭഗവാനേ. ഭഗവാനേ വന്ദനമേകിടണേ, മുപ്പസൽ ബാലകരിൽ തുണയേകു ഗണപതി ഭഗവാനേ. ഗണപതി ഭഗവാനേ വന്ദനമേകിടണേ, മുപ്പസൽ ബാലകരിൽ തുണയേകു ഗണപതി ഭഗവാനേ. ഗണപതി ഭഗവാനേ വന്ദനമേകിടണേ, മുപ്പസൽ ബാലകരിൽ തുണയേകു ഗണപതി ഭഗവാനേ. സെക്കൻഡ് ടീം അണിനിരന്നു ട്യൂൺസ് ഇരിങ്ങാലക്കുട. അവരുടെ ടീം കളിവളത്തിൽ എത്തിക്കഴിഞ്ഞു. ട്യൂൺസ് ഇരിങ്ങാലക്കുട ആലപിക്കുന്നു. തുമ്പിമുഖാവരിതം പൂജനീയം അംബികാസുധാമൃതം സുമഹിതം ഭൂമി പ്രപഞ്ചനേ വന്ദനം. മോഹനം വീരാജിതം തിരുതരം കൂപ്പി ഞങ്ങൾ തൊഴുതിടാം നിൻ പാദം വരമേഘനേ ദേവാ വിഘ്നേശ്വരാ.
അവയിൽ മലർന്നേദ്യം വെച്ച് തൊഴുതിടാം നിൻ പാദം കലിവലയത്തിൽ വന്നേ വരമരുളു നീ ദേവ പാർവതി പൊന്മകനെ പകലിരവും തുണയായി പതിതരിലാശ്രയമേ ദേവാ ഗണ്ണനാഥനേ പുൽഹാരം ചൂടും നിറകതിർ ചേലിൽ ചൂടും പരമ്പൊരുളാകുവെന്റെ അറുമുഖ സോദരനെ പനിമതി പോലഴകി പടകളിൽ പോരഴകി നെടുനായക വരണേ വരമേഘനേ ദേവാ വിഘ്നേശ്വരാ ലക്ഷ്മി പാതിയോദായി ചൊല്ലി മോഹദാൽ തകതൈതൈ ലക്ഷ്മി പാതിയോദായി ചൊല്ലി മോഹദാൽ തകതൈതൈ വൃത്താന്തങ്ങളതെല്ലാം അതിനായിട്ട് ആലോചിച്ചു മാർഗമതൊന്ന് ദശമുഖവതമതു ചെയ്തുണ്ട് കാറ്റിടരക്ഷയായി ഞാൻ അതിനായിട്ട് മാനുഷനായി ജനിച്ചെന്നിട്ട് സൂര്യകുലോൽപത ശരത സുതന രാമനതായി തകതൈതൈ ശരത സുതന രാമനതായിട്ട് തകതൈതൈ തകതൈതൈ പുത്രകാമേഷ്ടി നാടത്തിടണം തകതൈതൈ തകതൈതൈ പുത്രകാമേഷ്ടി നാടത്തിടണം തകതൈതൈ തകതൈതൈ വസിഷ്ഠ ഉപദേശങ്ങൾ കേട്ട് ദശരഥ രാജൻ അതിനായിട്ട് യാഗം അതൊന്നു നടത്താനുള്ളൊരു കാര്യം അതെല്ലാം ഗ്രഹിച്ചെന്നിട്ട് ആജ്ഞ കൊടുത്തു ജനമതിനൊട്ട് ദൂതന്റെ വേഗം അയച്ചെന്നിട്ട് രക്ഷശൃംഗമുനിചാരയനന്നവർ കാര്യം ഉറച്ചിട്ട് തകതൈതൈ തകതൈതൈ ഭക്തി പൂരസരം ഗമിച്ചിടണം തകതൈതൈ തകതൈതൈ ഹോമകുണ്ടം അതിലഗ്നി ജ്വലിച്ച് ഹോമകുണ്ടം അതു തീർക്കുക വേണം ഹൃദയഗതി തന്നില്ലത പണിയണം ഹോമകുണ്ടം അതു തീർക്കുക വേണം ഹൃദയഗതി തന്നില്ലത പണിയണം സിംഹാസനവും പീഠവുമെല്ലാം ചാറ്റ
കാറ്റുതയേറിടും വിധമതിലായി നിരവധിയായതു തീർക്കുക വേണം, നിറദീപങ്ങൾ കരുതുക വേണം. ചേതോഹരമായി കനക കാന്തി കലർന്നു തിളങ്ങണം തകതൈതൈ. നാട്ടുരാജാക്കന്മാരവർ വേണം, നാട്ടിലെ ദിവ്യന്മാർ വന്നിടണം. ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും ശൂദ്രന്മാരും വൈശ്യന്മാരും എല്ലാവരുമായെത്തുക വേണം. യാഗസ്ഥലമതിലായതു വേണം. പാചകശാലയതൊന്നതൊരുക്കാൻ പന്തലൊരു കിടണം തകതൈതൈ. പാചക വിദഗ്ധരെ വരുത്തിടണം തകതൈതൈ. കോസലഭൂപതി ചൊല്ലിയ കേട്ട് യാഗം നടത്താനായ പരൊട്ട് വേണ്ടും വിധമത് കാര്യമതൊക്കെ ഭംഗിയിലായതൊരുക്കിയതൊട്ട് ദൂതന്മാരും ഭൃത്യന്മാരും എല്ലാവരുമായി ചേർന്നവരൊട്ട് അധികൃതഗതിയില്ലതവരതു കാര്യമതൊക്കെ നടത്തുന്നു തകതൈതൈ. ഹോമധൂമങ്ങൾ വാനിലുയർന്ന് മന്ത്രധ്വനികളും അവിടെ ഉയർന്ന് പൂജാതി കർമ്മങ്ങൾ അതെല്ലാം വേണ്ടും വിധമതിനാലെ തുടർന്നു. അർച്ചന പലതും അഭിഷേകങ്ങൾ യഥാവിധിയാലവിടെ നടന്നു. മന്ത്രോച്ചാരണം ഉച്ചമതായി ഭക്തിയതേറുന്നു തകതൈതൈ. ട്യൂൺസ് ഇരിങ്ങാലക്കുട കളിക്കളത്തിൽ അണിനിരന്നു കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ടാണ് ട്യൂൺ ഇരിങ്ങാലക്കുട. വേദിയിൽ ട്യൂൺസ് ഇരിങ്ങാലക്കുട ട്യൂൺസിന് വേണ്ടി അടുത്ത മത്സരഗാനം ആലപിക്കുന്നു അഖിൽ. അതിനിടയിൽ പല തൂണുകളിൽ ചില ഗൗളികൾ ചില സഗുണത്തെ ഭയമില്ല തന്നു കുതിച്ച് തകതഹി ദൂരെ കണ്ട് ദൂരെ കണ്ട് 20 മിഴികൾ ചോന്നത്ത് കണ്ട് രഥചക്രങ്ങൾ നിശ്ചലമായത് കുതിരകൾ ഭയമൊട്ടു നിന്നത് കൊണ്ട് ആശ്ചര്യം തോന്നുന്നത് മുണ്ട് ആശ്ചര്യം തോന്നുന്നത് മുണ്ട് നേരുവതിനൊരു പോലൊരു പൊക്കം വാതിലി നിന്നുണ്ട് തകതഹിതഹിയെ തള്ളി ദൂരക്കുവാൻ കഷ്ടമുണ്ട് തകതഹിതഹി രാത്രി സഞ്ചാര പടയത്ത് ചെന്ന് രാത്രി സഞ്ചാര പടയത്ത് ചെന്ന് വാതിൽ കുത്തി പൊളിച്ചു കടന്ന് കാലഞ്ഞു കാലു തിരുമ്മി തരാമട്ട കാലു നിവർ തക്കയെന്ന് പറഞ്ഞ് ലങ്ക വാഴുന്ന രാവണനിന്ന് ലങ്ക വാഴുന്ന രാവണനിന്ന് നിന്റെ നടക്കൽ ഇന്ന് തുടങ്ങാം തണ്ടലും നിവർന്ന് തകതഹിതഹി നടക്കൽ
ഇതഹി തണ്ടാലോടി ചിഹിടും നിന്റെ അതിന് തകതഹിതഹി ഓക്കെ, മോസൽ കലാഭവൻ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ ക്യാപ്റ്റൻ നമ്മളങ്ങനെ പിള്ളേരുകളെ തുടങ്ങി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളില്ല. എല്ലാവരുള്ള കൂട്ടായ്മ. ക്യാപ്റ്റൻ ഒരാള് എന്നോട് ഞാനിപ്പോ ഞങ്ങളാണ് ടീം കൊണ്ട് പോകുന്നത്. അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത്രയും സ്റ്റെപ്പൊക്കെ അത്രയും സ്പീഡിൽ ചെയ്ത് എത്ര നാളത്തെ പ്രാക്ടീസ് ഉണ്ട് നിങ്ങൾക്ക്? 2.5 മാസം പ്രാക്ടീസ് ഉണ്ട്. 2.5 മാസത്തെ പ്രാക്ടീസ്, 2-3 മാസം. ഈ കൊച്ചുമക്കളും അതുപോലെ നന്നായിട്ടുണ്ട്. ഇത്രയും ആ സ്റ്റെപ്പുകളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതെ അതെ, സാധാരണ നമ്മൾ ഓണക്കളിയിൽ കാണാത്തൊരു എത്ര കളി കൂടി ഉണ്ടാവും. കളി കഴിഞ്ഞു തുടർച്ചയായിട്ട് ഇനി ഒരു 6 പാട്ട് കൂടി ഉണ്ട്. ഇനി ഒരു 6 പാട്ട് കൂടി. അതിനുശേഷമാണ് നമ്മൾ ഫൈനലാവും. ഒരു തവണ കപ്പ് എന്തായാലും ട്രോഫി കൊണ്ടുപോകണം. അത് നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് കണ്ടു, ഒരു നല്ല പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും ഇവിടെ രാമകൃഷ്ണൻ സാർ വരുന്നുണ്ട്. കലാഭവൻ രാമകൃഷ്ണൻ വരുന്നുണ്ട്. എന്റെ പേര് സച്ചിൻ. പാട്ട് പാടിയൊരു നല്ല സൂപ്പറായിട്ട് പിച്ചൊക്കെ നല്ല പിച്ചായിട്ട്. സന്തോഷം. എന്റെ പേര് സൂപ്പറായിട്ട്. ഇതിനു മുമ്പ് ഈ ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കളിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം ഇവിടെ ഞാൻ കുറച്ച് മക്കളെ പരിചയപ്പെടുത്താം. നിങ്ങളെല്ലാവരും ഒരേ സ്ഥലത്തു നിന്നുള്ളവരാണ്. ഈ പ്രാക്ടീസ് ചെയ്യാൻ ഇത്ര സമയം മോളെ അടിപൊളിയായിട്ട് നല്ല കുട്ടിപ്പാവാടൊക്കെ. എന്താ പേര്? അതിരുദ്ര. അതിരുദ്ര. എന്താ പേര്? ദേവങ്കര. ദേവങ്കല. കൃഷ്ണാന്ത. എത്രയല്ല പഠിക്കണേ? 2ല്. കുട്ടിപ്പാവാടൊക്കെ സൂപ്പറായിട്ട് കേട്ടോ. കളി അടിപൊളി. അപ്പൊ നമുക്ക് ട്രോഫി കൊണ്ടുപോവാം. കപ്പ് നമ്മളുണ്ട്. നേരം ഏറെ ഇരട്ടിയിട്ടും കളി തീർന്നിട്ടില്ല. ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് രണ്ട് ടീമിന്റെ. മോഫൽ കലാഭവൻ ഇപ്പോഴും തകർത്ത് മുന്നേറുകയാണ്. മോഫൽ കലാഭവൻ ഒക്കെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് RN ബ്ലോക്ക് സൈനിങ്.